So hello guys, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒരു സ്പെഷ്യൽ ഡിഷാണ് നിങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഈ ഒരു ഡിഷിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് സിൽക്കി ക്ലൗഡ് മിൽക്ക് ഹൽവ എന്നാണ്. വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് വീട്ടിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മിൽക്ക് ഹൽവയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടും കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടും ഒക്കെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. സോ വെൽക്കം ബാക്ക് ടു സ്റ്റാർറി ബൈറ്റ്സ്. സോ ഗൈസ്, നമുക്ക് ഈ ഒരു മിൽക്ക് ഹൽവ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൽവയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോൺഫ്ലോർ പൗഡറാണ്. അപ്പം 1 കപ്പ് കോൺഫ്ലോർ പൗഡറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു കോൺഫ്ലോർ പൗഡർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹൽവയ്ക്കുള്ള ബേസ് ലെയർ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ 1 കപ്പ് കോൺഫ്ലോർ പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കപ്പ് അളവിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 കപ്പിൻ്റെ 1/4 ഭാഗത്തോളം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം നിലവിൽ നമ്മൾ ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തു എന്ന് വിചാരിച്ചും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഒരു 10-60-70 ഗ്രാം അളവിൽ നമ്മുടെ കടല ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പൊടിച്ച് കളയരുത്, ചെറിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കടലയാണ്. പിന്നെ അതോടൊപ്പം തന്നെ വൈറ്റ് കിസ്മിസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 1 പാക്കറ്റ് പാൽ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ പാലില്ലാത്ത ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ പാലിപ്പം നിങ്ങളുടെ കൈവശമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് പൗഡർ യൂസ് ചെയ്യാം. മിൽക്ക് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ എന്താണെങ്കിലും ഇവിടെ മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് ഹൽവ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. സോ നമ്മുടെ ഹൽവയ്ക്കുള്ള മിക്സ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാര വെള്ളവുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം ഒരു കപ്പിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം നമുക്ക് ഈ ഒരു പാനിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ഒരു വെള്ളം ചെറിയ രീതിയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ കപ്പിൽ 1 കപ്പ് പഞ്ചസാര അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഈ ഒരു വെള്ളവുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നല്ലൊരു ക്രീമി ആകുന്ന ആ ഒരു ടെക്സ്ചറിങ് വരുന്ന ആ ഒരു സമയം വരെ നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. സോ മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പം വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് മധുരം എടുത്തിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തോട്ട് മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പം മിൽക്ക് പൗഡറിന് ഓൾറെഡി മധുരം ഉള്ളതാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഒരുപാട് മധുരം പഞ്ചസാര അധികം ഇടാത്തതിന് കാര്യം അതാണ്. പിന്നെ നിങ്ങൾ അളവ് കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സോ എന്താണല്ലോ നമുക്ക് നല്ല രീതിയിലൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഈ ഒരു വെള്ളം കുറച്ച് വറ്റിപ്പോകുന്നത് വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു പഞ്ചസാര നല്ലപോലെ ഒരു ക്രീമി ആയിട്ട് വരുന്ന ആ ഒരു ടൈം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. സോ അപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി, ഒരുപാട് നമ്മൾ ടൈറ്റ് ആക്കണമെന്നില്ല കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലാണ്. ഇത് നമ്മൾ പാൽപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പാൽ ഉപയോഗിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. പാൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. നമ്മളിപ്പോൾ നിലവിൽ എന്താണെങ്കിലും പാലിന് പകരമായിട്ട് നമ്മുടെ പാൽപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ഉപയോഗിക്കുന്നത്. സോ എന്താണെങ്കിലും ഈ ഒരു കാരമലുമായിട്ട് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം ആ ഒരു പാല് നല്ല രീതിയിൽ ഒന്ന് ചൂടായി തിളച്ച് നമ്മുടെ കാരമലും ഒക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ ക്യാരമലൊക്കെ അതിനകത്ത് നല്ല രീതിയിൽ നമ്മുടെ പാലിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ക്യാരമലിൻ്റെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ നമ്മുടെ പാലിനകത്തുണ്ടെങ്കിൽ അതെല്ലാം അതിനകത്തോട്ടൊന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾ തിക്നെസ് ആകുന്നവരെ വെയിറ്റ് ചെയ്യരുത്. പിന്നീട് നിങ്ങൾക്ക് പാലൊഴിച്ചിട്ട് അത് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ചെറിയ രീതിയിൽ ഒന്ന് എന്താണ് പറയുക, തിക്നെസ് ആയി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. സോ നമ്മുടെ മിക്സൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാൽ അല്ലെങ്കിൽ പാൽപ്പൊടി ഒരു പാക്കറ്റിനകത്ത് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ലിക്വിഡ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു അളവിൽ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഈ ഒരു ഹൽവയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല മധുരം തന്നെ കിട്ടുന്നതായിരിക്കും. കാരണം നമ്മളിവിടെ ചെറിയ അളവിൽ മാത്രമാണ് ഹൽവ തയ്യാറാക്കുന്നത്. ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മളൊരു വളരെ കുറഞ്ഞ അളവിൽ മാത്രം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ മിക്സൊക്കെ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ 1 പാക്കറ്റ് പാൽപ്പൊടിയിൽ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ പാല് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം അതുകൂടാതെ ചെറിയൊരു കപ്പ് പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇത്രയും സംഭവങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹൽവയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല മധുരം തന്നെ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ കൂടുതൽ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മിക്സ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ലിക്വിഡ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഫ്ലെയിം ഒരല്പം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ലിക്വിഡ് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ലിക്വിഡാണ് നമ്മൾ ചേർക്കുന്നത്. ഇതും ഏകദേശം നമ്മൾ ആ ഒരു 1 കപ്പ് കോൺഫ്ലോർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 1 കപ്പ് കോൺഫ്ലോറിൽ നിന്ന് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. അപ്പം ഇത് നമ്മളിതിലേക്ക് കുറേശ്ശെ വെച്ച് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അങ്ങനെ വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കോൺഫ്ലോർ വളരെ പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തിക്കാവുന്ന ഒരു പൗഡറാണ് കേട്ടോ. അതിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. സോ നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്ക് ഈ ഒരു വെള്ളം കുറേശ്ശെ ആയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിൻ്റെ സ്വീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മിക്സ് ചെറിയ രീതിയിൽ ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് തന്നെ കാണാം, തിളയ്ക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ നല്ലപോലെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മിക്സ്. അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടല ക്രഷ് ചെയ്തത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ വൈറ്റ് കിസ്മിസ് എടുത്ത് വെച്ചിരുന്നത് അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇത് പെട്ടെന്ന് തിക്കാവും, അതിനാൽ തന്നെ നമ്മൾ പെട്ടെന്ന് എല്ലാം ചെയ്ത് പോകണം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം വേണോ എന്നൊക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മധുരം അടിയിലൊന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മുടെ മിക്സ് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനകത്തോട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിനകത്തോട്ട് നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം. ഞാൻ എന്താണല്ലോ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് കൂടിപ്പോകരുത് ഓയിൽ. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹൽവയുടെ ടെക്സ്ചറിങ് കംപ്ലീറ്റ് പോകും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് കൂടി പോകരുത്. എന്തായാലും ഈ ഒരു അളവിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഹൽവയുടെ മിക്സ് നല്ല രീതിയിൽ തന്നെ ഒന്ന് നമ്മുടെ ഓയിലൊക്കെ അതിനകത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
സോ ഗൈസ് നമ്മുടെ മിക്സൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇവനെ നമ്മുടെ ഹൽവയുടെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. സോ നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മുടെ മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അതിനകത്തോട്ട് മാറ്റി കൊടുക്കാം. സോ അതിന് മുന്നേ അതിനകത്തോട്ട് ഒരു കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്ത് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വിടിയിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. സോ നമ്മൾ ഇതൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമ്മുടെ മിക്സ് മാറ്റാം. സോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് കൊള്ളുന്നത്ര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. സോ അതിനകത്ത് ആവശ്യമായിട്ടുള്ള എന്തോരം കൊള്ളുമോ ആ ഒരു ലെവലിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. തൽക്കാലം ഈ ഒരു പാത്രത്തിനകത്ത് കൊള്ളുന്ന ആ ഒരു ലെവലിൽ ഞാൻ നമ്മുടെ ഹൽവയുടെ മിക്സ് എല്ലാം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചെറിയ രീതിയിൽ ഒന്ന് കൂൾ ചെയ്തെടുക്കണം. അത് ഒത്തിരി തണുപ്പിൽ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കരുത്. വളരെ ചെറിയ തണുപ്പിൽ ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് തണുപ്പിക്കാം. ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കണമെന്നില്ല കേട്ടോ, നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ ഇരുന്നാണെങ്കിലും ഒരു 10-20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെറ്റായി കിട്ടുന്നതാണ്. സോ എന്താണെങ്കിലും നമുക്കിതൊന്ന് സെറ്റാക്കാം. ഹായ് കൂട്ടുകാരെ, അപ്പം നമുക്ക് ഈ നമ്മുടെ മിൽക്ക് ഹൽവ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ് കൂട്ടുകാരെ, സൂപ്പറാട്ടോ, നല്ല അടിപൊളി. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. സൂപ്പർ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളോടൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.